വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് സ്വയം ചമയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇനിയിപ്പോൾ വെനസ്വേലയും കൂടെ ഞാൻ നോക്കിക്കോളാം എന്ന് അദ്ദേഹം പറയൂ. വെനസ്വേലയിൽ മാത്രമല്ല, ഗ്രീൻലാൻഡ്, മെക്സിക്കോ, കൊളംബിയ, ക്യൂബ ഇതൊക്കെ ഏറ്റെടുക്കാനുള്ള നീക്കത്തിലാണ്. ഇപ്പോൾ ഇറാനില് ഈ ഭീഷണിക്ക് പിന്നാലെ ഇതൊക്കെയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ എന്ന ഇതിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പടം വെച്ച് ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് വെനിൻസുല എന്ന് പറഞ്ഞ വെറുതെ ചമയോ മാത്രമല്ല, അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രസിഡന്റ് മഡൂറോയെ പിടിച്ചുകൊണ്ടുവന്ന് ന്യൂയോർക്കിലെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവിടുത്തെ ആക്ടിംഗ് പ്രസിഡന്റായിട്ട് ഇപ്പോൾ ഉള്ളത് ഡെൽസി റോഡ്രിക്സ് എന്ന വനിതയാണ്. അവർ കടുവയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ അവര് ആണ് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് അവിടുത്തെ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ട്രംപ് സ്വയം അവകാശപ്പെടുന്നത് ഞാനാണ് ആക്ടിംഗ് പ്രസിഡന്റ്, അവിടുത്തെ എണ്ണ 5 കോടി ബാരൽ എണ്ണ ഞാൻ കൊണ്ടുപോകും, ഇങ്ങനെയുള്ള ഭീഷണികളാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ കയ്യിലാണ്, അമേരിക്കയോട് തൊട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആർട്ടിക് മേഖലയിലുള്ള പ്രദേശമാണ്. അപ്പോൾ ഗ്രീൻലാൻഡ് അമേരിക്ക കാശ് കൊടുത്തെങ്കിൽ കാശ് കൊടുത്തില്ലെങ്കിൽ സൈനികമായി ബലം പ്രയോഗിച്ചാലും പിടിച്ചടക്കുമെന്ന് അതിനുള്ള നീക്കം നടത്താൻ ട്രംപ് പറഞ്ഞതായിട്ട് അമേരിക്കയിലെ മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപ് ഒരു കാര്യം വിചാരിച്ചാൽ നേടിയെടുക്കുമെന്നുള്ള തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇറാന് നൽകിയിരിക്കുന്ന ഒരു ഭീഷണി അതാണ്, ട്രംപ് പറഞ്ഞാൽ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് നടക്കും, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചിരുന്നോ. അപ്പോൾ അതുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. വെനിൻസുലയിലെ കപ്പലുകൾ പിടിച്ചടക്കുകയും അതുപോലെ തന്നെ കരീബിയൻ കടലിൽ ഇപ്പോഴും 15,000 സൈന്യം അവിടെ കാത്തുകിടക്കാണ് അമേരിക്കയുടെ. അപ്പോൾ ആ മേഖലയിൽ ലാറ്റിൻ അമേരിക്കയിൽ കൊളംബിയയിൽ ഇടപെടണമെങ്കിൽ തയ്യാറാണ്, ക്യൂബയിൽ, മെക്സിക്കോയിലൊക്കെ ഇടപെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ പ്രശ്നങ്ങൾ അതീവ രൂക്ഷമാണ്. കാരണം ട്രംപ് അമേരിക്കയിൽ അല്പം പരാജയപ്പെട്ടു എന്നുള്ളത് ഉണ്ടാവുകയും അവിടെ പണപ്പെരുപ്പ് ഉണ്ടാവുകയും ചെയ്തതോടെ അമേരിക്ക ഫസ്റ്റ് എന്നുള്ള തിയറി മാറ്റിവെച്ച് ലോകം കീഴടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. അമേരിക്കയ്ക്ക് വേണ്ടി $1,00,000 കോടി ഡെഫിസിറ്റ് കമ്മിയുണ്ട്. അത് നികത്താൻ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും ഇതൊക്കെ മോഷ്ടിക്കുക എന്നുള്ള തരത്തിൽ ഒരു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ മോഷ്ടിക്കലാണ്. കാരണം ഒരു രാജ്യത്തെ പിടിച്ചടക്കി അവിടുത്തെ എണ്ണയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അമേരിക്കയിൽ കടുത്ത എതിർപ്പ് ഇതിനെതിരെയുണ്ട്. 60% ജനങ്ങൾ ഇതിനെതിരാണെന്ന് സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ ട്രംപ് ഇതൊന്നും കാര്യമാക്കുന്നില്ല. അതിനിടയിൽ ഏറ്റവും വലിയൊരു റിപ്പോർട്ട് വരുന്നത് ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ളതാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സംഘർഷം കൂടുകയാണ്. അവിടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഹൈന്ദവ ഒരു യുവാവ് കൂടി കൊല്ലപ്പെട്ടു. ഇതേ തുടർന്ന് അതുപോലെ തന്നെ ക്രിക്കറ്റ് സംബന്ധിച്ചുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള പോരാട്ടം കൂടി നടക്കുന്നുണ്ട്. ഇന്ത്യ അവിടുത്തെ മുസ്തി ഫിസൂർ എന്ന ബംഗ്ലാദേശിന്റെ ക്രിക്കറ്ററെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിന്ന് പുറത്താക്കിയ ശേഷം ഇന്ത്യയിൽ കളി നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2020 നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാനിലെ ലഷ്കർ-ഇ തോയ്ബ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.